വെൽക്കം ബാക്ക് ഡിയേഴ്സ്. കുറച്ച് ചെമ്മീൻ കൊണ്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചുവന്നുള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മൂത്ത് കിട്ടും. ഈ സവാളയ്ക്ക് ഒന്നൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ചേർത്ത് മൂപ്പിക്കുമ്പോൾ എപ്പോഴും ചെറു തീയിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞരമ്പൊക്കെ കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കി കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചെമ്മീനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ KLF കോക്കോനാടിൻ്റെ തിക്ക് കോക്കനട്ട് മിൽക്കാണ് ചേർക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയൊക്കെ ചിരകി പാല് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഈ പ്രോൺസൊക്കെ വേവാനായിട്ട് 3 മിനിറ്റ് തന്നെ ധാരാളമാണ് കേട്ടോ. ഈ പ്രോൺസ് ഒരിക്കലും ഓവറായിട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോൺസൊക്കെ റബ്ബർ പോലെയൊക്കെ ആകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കൂടി കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഈ ഒരു കറിക്ക് നമുക്ക് ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ. അധികം എരിവ് വേണ്ട എന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം. പക്ഷെ കുറച്ച് കുരുമുളക് കൂടി ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക് ഉണ്ടാവുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിള വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചൂട് ചോറ്, ചപ്പാത്തി, റൊട്ടി, നാൻ എല്ലാത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനാണ്. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.